ഈ സ്ഥാപനത്തിന് ഒരു 7 മീറ്റർ അകലത്തിലാണ് ഇപ്പം എൻ്റെ ഈ കിണർ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അത് ഒരു 7 മണിക്ക് ശേഷം അതിൻ്റെ നീരൊഴുക്ക് കിണറ്റിക്ക് വരുന്നത്. അപ്പോൾ ഞങ്ങൾ കുടിക്കുന്ന വെള്ളമായതുകൊണ്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 1994 കേരള മുനിസിപ്പാലിറ്റി ആക്ട് പ്രകാരം ലൈസൻസ് എടുത്തിരിക്കണം. ആ പ്രസ്തുത അനുവാദപത്രമോ ലൈസൻസോ അവർ കരസ്ഥമാക്കിയിട്ടില്ല. മറ്റൊന്ന്, ഇവിടെയുള്ള മുഴുവൻ പേർക്കും ഹെൽത്ത് കാർഡ് ഉണ്ടായിരിക്കണം. മറ്റൊന്ന്, ഇവിടെ ഖരമാലിന്യം സംസ്കരിക്കാനുള്ള ശാസ്ത്രീയ സംവിധാനം ഉണ്ടായിരിക്കണം. കൂടാതെ സംസ്ഥാന പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ NOC ഉണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങൾ ഇവിടെ ന്യൂനതയായിട്ട് കാണുന്നു. ഇവിടെ അനധികൃതമായിട്ട് ലൈസൻസൊന്നും ഇല്ലാതെ അനധികൃതമായിട്ട് നടത്തുന്ന ഈ ഒരു സ്ഥാപനം, അത് വേസ്റ്റും മറ്റുള്ള എല്ലാ ദുർഗന്ധവും കെമിക്കലും എല്ലാം ശരിയായ രീതിയിലല്ലാതെ ഇവിടെ നടത്തുന്ന ഈ സ്ഥാപനത്തിൻ്റെ കൂടെ ഞങ്ങൾക്ക് അയൽവാസികളായൊക്കെ ഞങ്ങൾക്ക് എല്ലാം ശല്യമുണ്ട്. പെരിന്തൽമണ്ണ നഗരസഭാ പരിധിയിൽ അനധികൃതമായി പ്രവർത്തിച്ചു വന്ന ബ്രോയിലർ കോഴികളുടെ മൊത്തവ്യാപാര സ്ഥാപനം നഗരസഭ ആരോഗ്യ വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ അടച്ചുപൂട്ടി. ബ്രോയിലർ കോഴികളുടെ മൊത്തവ്യാപാര സ്ഥാപനം പാലിക്കേണ്ട യാതൊരുവിധ മാനദണ്ഡങ്ങളോ ലൈസൻസുകളോ ഇല്ലാതെ തികച്ചും വൃത്തിഹീനമായ അന്തരീക്ഷത്തിലും കോൾഡ് സ്റ്റോറേജ് പോലുള്ള സംവിധാനം ഇല്ലാതെയുമാണ് സ്ഥാപനം പ്രവർത്തിച്ചു പോകുന്നത്. നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ CK വത്സൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ C റഫീഖ് എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ലൈസൻസ് ഇല്ലാതെ നടത്തുന്ന സ്ഥാപനമാണെന്ന് ബോധ്യപ്പെട്ടത്. പെരിന്തൽമണ്ണ നഗരസഭ 6-ാം വാർഡിൽ KP ആദം എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള മൊത്തവ്യാപാര സ്ഥാപനമാണ് നഗരസഭ ആരോഗ്യ വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ സീൽ വെച്ച് അടച്ചുപൂട്ടിയത്. കൂടാതെ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മലിനജലം വൻതോതിൽ തള്ളിയിരുന്ന KL 10 AJ 2638 എന്ന ബൊലേറോ പിക്കപ്പ് വാനും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ KC രാജീവൻ, ദീനു, ഫൈസൽ, നഗരസഭ ശുചീകരണ തൊഴിലാളികൾ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ബ്രോയിലർ ചിക്കൻ മൊത്തവ്യാപാര സ്ഥാപനം അടച്ചുപൂട്ടിയത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് റീഡർ ന്യൂസ്.